ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 2 ദിവസം മുന്നേ വൈമാളിൽ പോയിരുന്നു. അപ്പോൾ കുട്ടനല്ലൂരുള്ള വൈമാളിലാണ് പോയത്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമ്മളവിടെ മെയിനായിട്ട് കുട്ടികളെ കളിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. അപ്പം നമ്മളിപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലീവുള്ള സമയത്ത് അവരെ പുറത്തേക്ക് കളിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമ്മളെന്ന വീട് അവിടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളവിടെ കുട്ടനല്ലൂർ പിന്നെ അടുത്തായതുകൊണ്ട് നമ്മളവിടെ വൈമാൾ കയറി. അവിടെ ഫസ്റ്റ് നമ്മളവിടെ എത്തിയപ്പോൾ ഉച്ച സമയമായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിച്ചു. ആ ഫ്ലോറിൽ തന്നെയാണ് പ്ലേ സ്റ്റേഷൻ, പ്ലയാസ എന്നാണ് അവരുടെ പ്ലേ സ്റ്റേഷൻ്റെ പേര്. പിന്നെ അവിടെ കുറച്ച് ബുക്സും DC ബുക്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ കുറേ ബുക്സ്, സ്റ്റോറി ബുക്സുകൾ, പിന്നെ കുട്ടികളുടെ ഇൻ്റലിജൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ള ബുക്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ, പിന്നെ ടോയ്സ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ പ്ലയാസയിൽ കയറി. പ്ലയാസയിൽ ചെന്നപ്പോൾ അവിടെ നമ്മുടെ കാർഡ് മിസ്സായിരുന്നു. കാർഡ് നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് എടുക്കാൻ മറന്നു. അപ്പോൾ വീണ്ടും ചേട്ടൻ അത് എടുക്കാൻ പോയി. അപ്പോൾ നമ്മളവിടെ ഗെയിമുകളൊക്കെ നോക്കി, പുതിയ ഗെയിമുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ നമ്മുടെ കാർഡിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പോയിൻറ്റ്സ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഗിഫ്റ്റുകളാണ് അവിടെ ഉള്ളതെന്നൊക്കെ നോക്കി. അപ്പോൾ 25 റുപ്പീസ് തൊട്ട് അവിടെ ഗിഫ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ കാർഡ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഓരോ റൈഡിൽ കയറി. അപ്പോൾ കുഞ്ഞൂസിന് പറ്റുന്നതിൽ കുഞ്ഞൂസിനെ കയറ്റി, ദിയയ്ക്ക് പറ്റുന്നതിൽ ദിയേനും കയറ്റി. ദിയയ്ക്ക് ഓൾമോസ്റ്റ് എല്ലാ റൈഡുകളും ഇഷ്ടമാണ്. അവൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ കുഞ്ഞൂസിന് കുറച്ച് കാര്യങ്ങളൊക്കെ പേടിയാണ്. അവൾ എല്ലാ റൈഡിലും കയറാറില്ല. പിന്നെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ അവിടെ ചിലവഴിച്ചു. പിന്നെ അവിടെ ഒരു 1 ഹവറിൻ്റെ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നമ്മൾ കുട്ടികളാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 1 ഹവർ കഴിഞ്ഞിട്ട് അവരെ അവിടുന്ന് നമ്മൾ പിന്നെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് അവിടെ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്ത് വയ്ക്കും അവർ. എന്നിട്ട് 1 ഹവർ നമുക്ക് വേറെ എന്തെങ്കിലും പർച്ചേസിങ്ങിനൊക്കെ പോകണമെങ്കിൽ പോവാം. അപ്പം നമ്മളവിടെ കുട്ടികളാക്കിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇത് കുഞ്ഞൂസ് കളിക്കുന്ന വീഡിയോ ആണ്. കുഞ്ഞൂസിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇലക്ട്രിക് സ്കൂട്ടറാണ്. അത് നമ്മൾ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ അത് അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെറുതെ വെച്ചിട്ട് അതും ഇരുന്നിങ്ങനെ ആടിക്കൊണ്ട് കളിക്കുകയാണ് അത്. പിന്നെ ഈ ഹോഴ്സ്, അതൊക്കെ രണ്ടാൾക്കും ഇഷ്ടമാണ്. ഇതിലൊന്നും കുഞ്ഞൂസിന് അങ്ങനെ പേടിയില്ല. പിന്നെ എന്തായിരുന്നു, പിന്നെ വിർച്വൽ റിയാലിറ്റിയുടെ ഒരു ഇതുണ്ടായിരുന്നു, 3D സിനിമയുടെ. അത് കാണാൻ കയറി. പിന്നെ നമുക്ക് അവിടെ കുറച്ച് റൈഡുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കുറച്ച് ഇപ്പോൾ പോയിൻ്റ് കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ മാളിൽ ഇത് ബാക്ക് ടു സ്കൂള് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബുക്സും പെൻസിൽ ബോക്സ് അതൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതാണ്. അവിടെ ഫിഷിനെ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന ഫിഷുകൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട്, ചെറിയ ചെറിയ ഗ്ലാസ് കണ്ടെയ്നറുകളിൽ ഓരോന്നിലും ഓരോ ഫിഷുള്ളൂ. അത് കളറിനനുസരിച്ച് പെബിളുകൾ ഓരോ കളറുകൾ മാത്രം ഇട്ടിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഗപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനെയൊന്നും അങ്ങനെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഗപ്പി പോലെയല്ലല്ലോ ഇത്, കോസ്റ്റ്ലിയാണ്. പിന്നെ ഇതിനെ സെപ്പറേറ്റ് ഇടണം.
അപ്പോൾ നമ്മൾ ഇതൊക്കെ ജസ്റ്റ് നോക്കി, അതൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫിഷ് നമുക്ക് ഇഷ്ടമാണ്, കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും ഫിഷിനെ ഇഷ്ടമാണ്. നമ്മളിങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ബാക്ക് ടു സ്കൂളിൽ സ്കൂൾ ബാഗ്സൊക്കെ ഉണ്ട്. സ്കൂൾ ബാഗ്സിന് ഓഫറുണ്ട് അവിടെ. 50%, 40% ഒക്കെ ഓഫറുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ് കേട്ടോ. വൈമാള ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സാധനങ്ങൾ കുറച്ച് ക്വാളിറ്റി ഉള്ളതായിരിക്കുമല്ലോ. അപ്പം ബാഗൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ്. 50% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ 2 പേർക്കും ബാഗ് വാങ്ങിച്ചിരുന്നു അവിടുന്ന്. ഇനി സ്കൂൾ തുറക്കുമ്പോഴേക്കിനും നമ്മൾ ഇനി ചിലപ്പോൾ അവിടെ പോകണുണ്ടാവില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് ബാഗ് മേടിച്ചിരുന്നു. ഈ ഗെയിം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പോയിൻറ്റ്സ് ഓരോ പ്രാവശ്യം ഇതിങ്ങനെ ഡൈസ് ഇടുമ്പോൾ പോയിൻറ്റ്സ് അവിടെ തെളിഞ്ഞു വരും. അപ്പോൾ അതിന് ഒരു സൗണ്ടും കേൾക്കും. ആ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു.